ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തെക്കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളാണ് ഉള്ളത്? 206 അസ്ഥികൾ. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ല്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ഏതാണ്? താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികൾ എത്ര? 22 അസ്ഥികൾ. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ത്വക്ക്. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ധമനികൾ. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? സിരകൾ. ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? നാഡീകോശം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്രയാണ്? 55%. ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? മഹാധമനി. ഏറ്റവും കടുപ്പമേറിയ ഭാഗം? പല്ലിലെ ഇനാമൽ. ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. പ്രധാന ശുചീകരണ അവയവം? വൃക്ക. മനുഷ്യഹൃദയത്തിലെ വാൽവുകൾ എത്ര? 4. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി? കരൾ. സാധാരണയായി കയ്യിൽ നാഡി പിടിച്ചു നോക്കുന്ന രക്തധമനി? റേഡിയൽ ആർട്ടറി. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ അളവ് എത്ര? 5 മുതൽ 6 ലിറ്റർ വരെ. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ്? 60 മുതൽ 65% വരെ. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജന അവയവം? വൃക്ക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം? ജലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം? സെറിബ്രം. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ? പുരുഷബീജങ്ങൾ. മനുഷ്യ ശരീരത്തിലെ pH മൂല്യം എത്രയാണ്? ഏകദേശം 7.4. ഒരു കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാക്കുന്ന ഗ്രന്ഥി? തൈമസ്. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ്? കണ്ണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഓക്സിജൻ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാവുന്ന അവയവം? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം? കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം? 46. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസയൗഗികം? ടയലിൻ. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്തരം? പെരികാർഡിയം. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെ? അസ്ഥിമജ്ജയിൽ.
അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര? 120 ദിവസം. മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര? 37 ഡിഗ്രി സെൽഷ്യസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം? ഇരുമ്പ്. വിവിധ രക്തഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? എ പോസിറ്റീവ്, ഒ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, ഒ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് ഏത്? ഒ പോസിറ്റീവ്. മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു? ഹീമോഗ്ലോബിൻ. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്? മസ്തിഷ്കം. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യ ശരീരം ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏകദേശം 20 മൂലകങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് വിളർച്ച ബാധിക്കുന്നത്? രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം? പല്ല്. നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള അവയവം ഏത്? കരൾ. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറി ഇറങ്ങുന്ന രക്തത്തിൻ്റെ അളവ്? 170 ലിറ്റർ. നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ വസിക്കുന്നത് എവിടെ? വൻകുടലിൽ. യൂറിന് ഇളം മഞ്ഞ നിറം നൽകുന്നത്? യൂറോക്രോം. മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട്? ഏകദേശം 660 പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ ഏത്? മധ്യകർണത്തിലെ സ്റ്റേപ്പിസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ ഏത്? നിതംബ പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഏതാണ്? ഗർഭാശയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി ഏതാണ്? തുടയിലെ പേശി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ? ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഏത്? ഗ്ലൂക്കഗോൺ. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്? 1 മുതൽ 1.2 കിലോഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി? പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ? കൊറോണറി ആർട്ടറികൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ? കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സമുണ്ടാകുമ്പോൾ. ആരോഗ്യവാനായ ഒരാളുടെ വലത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം? 600 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ ഇടത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം എത്ര? 550 ഗ്രാം. അന്നനാളത്തിൻ്റെ ശരാശരി നീളം എത്ര? 25 സെൻറ്റിമീറ്റർ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ ഉണ്ട്? 10.
മരിച്ച ഒരു പുരുഷൻ്റെ ഏറ്റവും താമസിച്ചഴുകുന്ന ശരീരഭാഗം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ചഴുകുന്ന ശരീരഭാഗം. ഗർഭപാത്രം. ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. ആരോഗ്യവാനായ ഒരാളിൻ്റെ ബ്ലഡ് പ്രഷർ 120/80. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം എത്ര? 1200 മുതൽ 1500 ഗ്രാം വരെ. മനുഷ്യ ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ് ആ വിറ്റാമിൻ? വിറ്റാമിൻ ഡി. കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദന ശേഷി എത്ര? ഏകദേശം 1 ലിറ്റർ. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നത് എപ്പോൾ? പല്ലിൻ്റെ പുറമേയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ. ഹെർണിയ എന്താണ്? ശരീരത്തിൻ്റെ ബലക്ഷയമുള്ള ഭാഗത്തു കൂടി ആന്തരിക അവയവത്തിൻ്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്നത്. പുരുഷന്മാരിൽ മീശ കുരിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ടെസ്റ്റോസ്റ്റിറോൺ. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശരീര അവയവം. ആമാശയം. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യം. രക്തത്തിലെ ദ്രാവകം ഏത്? പ്ലാസ്മ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് 500 മില്ലി ലിറ്റർ.